JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ദശാകാലത്തെക്കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ ഓരോ ദശാസമയങ്ങൾ വരുമ്പോൾ ആ ദശാനാഥൻ അല്ലെങ്കിൽ ഇപ്പോൾ ശനിദശയാണ്, അല്ലെങ്കിൽ വ്യാഴദശയാണ്, അല്ലെങ്കിൽ ശുക്രദശയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ വ്യാഴവും ശുക്രനും ശനിയും ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ ലഗ്നത്തിൻ്റെ ഏതേത് ഭാവങ്ങളിലാണ് നിൽക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്കാക്കി വേണം ദശാകാലത്തിൻ്റെ ആ ഒരു ഗുണദോഷത്തെ നമ്മൾ വിലയിരുത്താൻ. ഇപ്പോൾ ലഗ്നാധിഭാവത്തിൽ ഓരോ ഗ്രഹങ്ങളും വരുമ്പോൾ അതിൻ്റേതായ ദശാകാലങ്ങളും വരാമല്ലോ. അപ്പോൾ അങ്ങനെ ബലമുള്ള ലഗ്നാധിപൻ്റെ ദശയാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ശുക്രദശ തന്നെ, അത് ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അപ്പോൾ ലഗ്നത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ലഗ്നാധിപൻ്റെ ദശയാണ്. അങ്ങനെ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ബലമുള്ള ലഗ്നാധിപൻ്റെ ദശയിൽ വളരെയേറെ സുഖവും ദേഹബലവും ശരീരകാന്തിയും അതുപോലെ തന്നെ മേൽക്കുമേൽ ഉള്ള ഉയർച്ചയും അതുപോലെ ആ അഭിവൃദ്ധിയും ആ ഓരോ ഘട്ടങ്ങളും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് ഉയർച്ചയുടെ പടവുകൾ കയറി തന്നെ പോകുന്നു എന്നുള്ളതാണ് ലഗ്നാധിപൻ്റെ ദശാകാലം. ഇനി രണ്ടാം ഭാവാധിപൻ്റെ ദശാകാലം ആണെങ്കിലോ അങ്ങനെയാണ് നമ്മുടെ കാലം ഇപ്പോൾ പോകുന്നത്. അല്ലെങ്കിൽ എപ്പോഴായാലും നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ രണ്ടാം ഭാവം ധനം, കുടുംബം, അതുപോലെ തന്നെ സന്താനങ്ങളുടെ സുഖസൗകര്യങ്ങൾ, ഭക്ഷണം, ന്യായ അന്യായങ്ങൾ, വാക്സാമർഥ്യം, ഇങ്ങനെ അതുപോലെ സദസ്സുകളിൽ നമ്മളുടെ ആ ഒരു സാന്നിധ്യം, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുടുംബലാഭം, സാമ്പത്തിക ലാഭം, അതുപോലെ നല്ല സന്താനങ്ങളുമായിട്ടുള്ള ഒരു യോഗം, അതുപോലെ നല്ല ഭക്ഷണം, ന്യായസ്ഥാനങ്ങൾ എന്ന് പറയാൻ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു മേന്മയും ഒരു സ്ഥാനവും നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. വാക്സാമർഥ്യം, അതായത് ഏത് വിഷയവും അത് ഏത് സംഭവമായാലും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അവതരിപ്പിക്കാനുമുള്ള കഴിവ്. അപ്പോൾ സാമ്പത്തികമായും കുടുംബപരമായും അതുപോലെ തന്നെ പിന്നെ വാചകത്തിലും ഒരു സാമർഥ്യവും ഇതെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും രണ്ടാം ഭാവാധിപൻ്റെ ദശ. ഇനി ഇതൊക്കെ നല്ലതാണെങ്കിലാണ് മൂന്നാം ഭാവാധിപൻ്റെ ദശ എന്ന് പറയുമ്പോൾ സഹോദരന്മാരും, മൂന്നാം ഭാവം സഹോദര സ്ഥാനമാണ്, കോൺഫിഡൻസാണ്. അതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുന്നേറാനുള്ള ആത്മധൈര്യം, അല്ലെങ്കിൽ എനിക്കതിനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ള ഒരു സ്വയം തോന്നൽ, ഇതെല്ലാം വരും. അപ്പോൾ മൂന്നാം ഭാവം അതുപോലെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, അവരുടെ സഹായം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക, അതുപോലെ ഒരു നേതൃത്വ ഗുണം, മറ്റുള്ളവരെ നയിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സാമർഥ്യം ഉണ്ടാവുക, അതുപോലെ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സഹായം ചോദിക്കുന്ന ഒരു സാഹചര്യം വരിക, ഇന്നതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മളെന്തോ വലിയ ആളാണ് എന്നുള്ള ഭാവത്തിലാണല്ലോ നമ്മോട് വന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ മൂന്നാം ഭാവാധിപൻ്റെ ദശയിൽ ഉണ്ടാകുന്നു എന്നുള്ള. നാലാം ഭാവാധിപൻ്റെ ദശയാണെങ്കിൽ നാലാം ഭാവം വീട്, വാഹനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യമാണ്. അപ്പോൾ ബന്ധുക്കളിൽ നിന്ന് നല്ല ഒരു ബന്ധം ഉണ്ടാകുന്നു. അതുപോലെ കൃഷി കാര്യങ്ങളും വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വീട്ടിലെ പണ്ടത്തെ ഉപജീവനമാർഗം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ആരോഗ്യം, കൃഷി, ഇതാണല്ലോ ആദായം. അപ്പം ഇങ്ങനെ ഇന്നാണല്ലോ മറ്റു പല തരത്തിലുള്ള വരുമാനങ്ങളും പല വിധത്തിൽ നമ്മൾ ചിന്തിക്കുന്നു. അപ്പം യാത്ര, പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ യാത്രയും അങ്ങനെയാണ്, ജീവിതമാർഗം തേടിയുള്ള യാത്ര. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നാലാം ഭാവം വീട്, വാഹനം, അമ്മാവന്മാർ, ബന്ധുക്കൾ, യാത്ര, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല ഒരു ഉയർച്ചയും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഉള്ള ഒരു പുരോഗതിയും ലഭിക്കുന്നു എന്നുള്ളതാണ്. അഞ്ചാം ഭാവാധിപൻ്റെ ദശ എന്ന് പറയുമ്പോൾ അഞ്ചാം ഭാവം മനസ്സാണ്, അതുപോലെ തന്നെ പുണ്യസ്ഥാനമാണ്, മന്ത്രിസ്ഥാനമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ അഞ്ചാം ഭാവാധിപൻ്റെ ദശ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല ബന്ധങ്ങളും ഉയർച്ചയും, വിദ്യാഭ്യാസപരമായിട്ടായാലും കുട്ടികളെ, സന്താനങ്ങൾ, ഇതെല്ലാം അഞ്ചാം ഭാവം. അപ്പോൾ അവരെ കൊണ്ടുള്ള പ്രയോജനമായാലും ഇതെല്ലാം, നല്ല ആൾക്കാരുമായിട്ടുള്ള ബന്ധമായാലും ഇതെല്ലാം അഞ്ചാം ഭാവാധിപൻ്റെ ദശാകാലത്ത് നമുക്ക് അനുഭവപ്പെടാം. ഇനി ആറാം ഭാവത്തിൻ്റെ ദശാകാലം എന്ന് പറഞ്ഞാൽ ആറാം ഭാവാധിപൻ്റെ
ദശാകാലം എന്ന് പറയുമ്പോൾ 6-ാം ഭാവം ഇച്ചിരി സാഹസികതയും ശത്രുക്കളുമായിട്ടുള്ള ഒരു പോരാട്ടവും ഇങ്ങനെ രോഗം, കഷ്ടത, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വല്ലാത്ത ഒരു സാഹചര്യം ആണെന്നുള്ളതാണ്. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ച് 6-ാം ഭാവാധിപൻ്റെ ദശ അത് നിൽക്കുന്നതും നോക്കുന്നതുമായ ഗ്രഹങ്ങളുടെ ബന്ധമനുസരിച്ച് ശത്രുക്കളെ ഇല്ലാതാക്കാനും രോഗത്തെ ഇല്ലാതാക്കാനും ഒക്കെ സാധിക്കുകയും ചില ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഗ്രഹങ്ങൾക്ക് അത്ര തന്നെ സപ്പോർട്ടില്ലെങ്കിൽ അത് ശത്രുത കൊണ്ടും രോഗം കൊണ്ടും കഷ്ടത കൊണ്ടും അതുപോലെ ഉള്ളതൊക്കെ ആരെങ്കിലുമൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോവുക. അതാണ് ഈ കള്ളൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കള്ളൻ കയറിയാലും കൂടെ നിൽക്കുന്നവർ വഞ്ചിച്ചാലും എങ്ങനെയായാലും ഗുണവും ദോഷവും പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു ദശാകാലമായിരിക്കും 6-ാം ഭാവാധിപൻ്റെ ദശ. 7-ാം ഭാവാധിപൻ്റെ ദശ എന്ന് പറഞ്ഞാൽ അത് കളത്രസ്ഥാനം കൂടിയാണ്. അപ്പോൾ വസ്ത്രം, ആഭരണം, അതുപോലെ ശയ്യോപകരണങ്ങൾ, ഇങ്ങനെ ഭാര്യ, കുടുംബം, ആ ഒരു വീര്യം, സന്തോഷം, അങ്ങനെയുള്ള ഒരു ജീവിതം അതാണ് ഈ 7-ാം ഭാവാധിപൻ്റെ ദശാകാലവും അപഹാരകാലവും ഒക്കെ നമുക്ക് ഉണ്ടാക്കിത്തരുന്നതാണ്. 8-ാം ഭാവാധിപൻ്റെ ദശാകാലം എന്ന് പറയുമ്പോൾ അത് കടം ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിലാണെങ്കിൽ കടം വീട്ടാനും അതുപോലെ വലിയ ബാധ്യതയൊന്നും ഇല്ലാതിരിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം വരും. അതുപോലെ തന്നെ മിക്കവാറും നാട് വിട്ടു പോവുക, അതുപോലെ വിദേശയാത്ര ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുമൊക്കെ, പിന്നെ കലഹം, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ, ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ, ഇങ്ങനെയൊക്കെ മോശമാണെങ്കിൽ അഷ്ടമാധിപൻ്റെ ദശ, അഷ്ടമാധിപൻ മോശമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് എങ്കിൽ ആ ഒരു ദശാകാലവും മോശം. ഇതെല്ലാവരുടെയും കാര്യത്തിൽ ഇതൊരു പൊതു നിയമമാണ്. കാരണം നമ്മളിപ്പോൾ ലഗ്നാധിപൻ്റെ ദശ വളരെ മനോഹരമാണ്, 4-ാം ഭാവാധിപൻ്റെ ദശ മനോഹരമാണ്. ഈ ഭാവാധിപനെയാണ് നമ്മൾ എടുക്കുന്നത്. എന്നാൽ ആ ഭാവത്തിൽ നിൽക്കുന്നതും നോക്കുന്നതുമായ ഗ്രഹങ്ങളുടെയൊക്കെ ഒരു സ്വാധീനം ഈ ഓരോ ദശയിലും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. ഇനി 9-ാം ഭാവാധിപൻ്റെ ദശ എടുത്താലോ, 9-ാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. അത് ബന്ധുജനങ്ങളുമായിട്ടും കളത്രപുത്രാദികളുമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ ഉള്ള ആ ഒരു മുന്നോട്ടുള്ള പോക്കിൽ പല അനുഭവങ്ങളും പല ഭാഗ്യാനുഭവങ്ങളും നമുക്കുണ്ടാവുകയും ഐശ്വര്യത്തിൻ്റേതായ ഒരു മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോവുകയും, അതുപോലെ പണ്ടത്തെ രാജാവെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സർക്കാരുമായിട്ട് ഉള്ള ഒരു ബന്ധം, ജോലിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ പ്രോഗ്രസ്സും അല്ലെങ്കിൽ പ്രമോഷനും ശമ്പളം കൂടുതലും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും അതിനകത്ത് വരുന്നു എന്നുള്ളതാണ്. 10-ാം ഭാവാധിപൻ്റെ ദശ എന്ന് പറയുന്നത് 10-ാം ഭാവം കർമ്മസ്ഥാനമാണ്. അപ്പോൾ 10-ാം ഭാവാധിപനും 10-ാം ഭാവവും നല്ലതാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വളരെ മെച്ചത്തിൽ വരികയും ജീവിതം വളരെ ഉയർച്ചയിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 11-ാം ഭാവം എന്ന് പറയുമ്പോൾ ആഗമന സ്ഥാനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ലഭിക്കുന്നു എന്നതിനെയാണ്. ആ 11-ാം ഭാവാധിപൻ്റെ ദശ, 11-ാം ഭാവാധിപനും 11-ാം ഭാവവും നമുക്ക് മെച്ചമാണ് എങ്കിൽ വെച്ചടി നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നതോട് കൂടി തന്നെ നമുക്ക് പലതും നേടാൻ സാധിക്കും എന്നുള്ളതാണ് ആ ജീവിതത്തിൽ. 12-ാം ഭാവാധിപൻ്റെ ദശ എന്ന് പറഞ്ഞാൽ നഷ്ടത്തെയും വ്യയത്തെയും നാശത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. ആ 12-ാം ഭാവാധിപൻ്റെ ദശ മോശമാണ് എങ്കിൽ, ഇപ്പം 12-ാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുക, അഷ്ടമാധിപൻ 12-ൽ നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിവർത്തന യോഗങ്ങളൊക്കെ ഗുണമാണ് ചെയ്യുന്നത്. അപ്പം ഈ 12-ാം ഭാവത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമുക്ക് നഷ്ടങ്ങളും അതുപോലെ തന്നെ നാശങ്ങളെയൊക്കെ നമുക്ക് പറയാൻ സാധിക്കുക. അത്ര വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഒരുപാട് വലിയ ധനവാന്മാരും പിശുക്കന്മാരായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, അവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത് പോലെ അത് 12-ാം ഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മളൊരു നക്ഷത്രദശ കണക്ക് കൂട്ടുമ്പോൾ ദശാനാഥൻ ഏത് ഭാവത്തിലാണ്, ഏത് ഭാവാധിപനെയാണ് സൂചിപ്പിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെല്ലാം തന്നെ ഫലത്തിൽ വ്യത്യാസം വരും എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.